Okay, good afternoon. All of you mark your attendance. Please mark your attendance. Okay, അപ്പോൾ ഇന്ന് നമുക്കൊരു ന്യൂ ലെസൺ ആണ് പഠിക്കാനുള്ളത് അല്ലേ? 16ാമത്തെ ലെസൺ. എന്താണ് പാഠത്തിന്റെ പേര് നോക്കിയിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? Take your textbook, page number 57. അല്ലേ? എന്താ പേര് പാഠത്തിന്റെ? പാഠം 16. കുറുക്കൻ രാജാവായ കഥ അല്ലേ? കുറുക്കൻ രാജാവായ കഥ അല്ലേ? കാട്ടിലെ രാജാവ് ആരാണ്? സിംഹമാണ് അല്ലെ? ഇവിടെ കുറുക്കൻ രാജാവായ കഥയാണ് പറയുന്നത് അല്ലെ? നമുക്ക് നോക്കാം. കുറുക്കൻ രാജാവായ കഥ അല്ലെ? ശ്രദ്ധിക്കോ മക്കളെ, പേജ് നമ്പർ 57. Oh, can you hear me? നീല കളറിലല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ കുറുക്കൻ രാജാവായ കഥ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക എല്ലാവരും, വായിക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. കാട്ടിലെ രാജാവായ സിംഹം മരിച്ചുപോയി. പകരം രാജാവിനെ തിരഞ്ഞെടുക്കാൻ മൃഗങ്ങളെല്ലാം ഒരിടത്ത് ഒത്തുകൂടി. ആരെ തിരഞ്ഞെടുക്കും? ഓരോ മൃഗവും മറ്റു മൃഗങ്ങളുടെ പേര് പറയും. എല്ലാവർക്കും സമ്മതനായ ഒരു മൃഗത്തെ കണ്ടെത്താനായില്ല. മൃഗങ്ങൾ ആകെ കുഴഞ്ഞു. അപ്പോഴാണ് സദസ്സിലേക്ക് നീല നിറമുള്ള ഒരു മൃഗം കടന്നു വന്നത്. മറ്റു മൃഗങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. നീലമൃഗം തന്റെ വീരകഥകൾ വർണ്ണിച്ചു. അവസാനം അതിനെ രാജാവായി തെരഞ്ഞെടുത്തു. ജീവിതം വളരെ സുഖകരം. രാജകീയ ഭക്ഷണം, നല്ല ഉറക്കം, വേണ്ടത്ര പരിചാരകർ. ഒരിക്കൽ വയറു നിറഞ്ഞപ്പോൾ പുതിയ രാജാവ് അറിയാതെ കൂവിപ്പോയി. കുറുക്കന്റെ കൂവൽ. അപ്പോഴാണ് രാജാവിന്റെ കള്ളി വെളിച്ചത്തായത്. നീലം കലക്കിയ വെള്ളത്തിൽ അറിയാതെ വീണ കുറുക്കനായിരുന്നു അത് അല്ലെ? എന്താണ് കുറുക്കൻ രാജാവായ കഥ എന്നല്ലേ നമ്മിപ്പം വായിച്ചേ? കുറുക്കനായിരുന്നു അല്ലെ നീല നിറത്തിൽ പോയത്? രാജാവാകാൻ വേണ്ടി. പക്ഷെ ഒരു ദിവസം വയറ് നിറഞ്ഞപ്പോൾ എന്തായി? അറിയാതെ കുറുക്കൻ കൂവിപ്പോയി അല്ലേ? അപ്പോഴാണ് ആൾക്ക് പിടികിട്ടിയത്. എല്ലാവർക്കും പിടികിട്ടിയ, മൃഗങ്ങൾക്കെല്ലാം പിടികിട്ടിയത് എന്ത്? ഇത് കുറുക്കനായിരുന്നു അല്ലേ? അപ്പൊ ഓക്കെ, എന്താ അടുത്ത പേജില്? അത് നമുക്ക് അതിന്റെ ഇതല്ലേ, വർക്കല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. അപ്പോ നമുക്കിതൊന്നുകൂടി പറയാം. കുറച്ച് വലിയ സെന്റൻസ് ഒക്കെ വരുന്നതല്ലേ, നമുക്ക് വായിക്കാം കുറച്ച് കേട്ടോ. അപ്പൊ നോക്കുക, കുറുക്കൻ രാജാവായ കഥ. സിദ്ധാർത്ഥേ, നേരെ ഇരുന്നേടാ, കിടക്കാതെ. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താ പറഞ്ഞേ? കുറുക്കൻ രാജാവായ കഥ. നമുക്ക് നോക്കാം. കാട്ടിലെ രാജാവായ സിംഹം. അപ്പൊ കാട്ടിലെ രാജാവ് ആരാണ്? സിംഹമാണ് അല്ലെ? സിംഹം മരിച്ചുപോയി. പകരം രാജാവിനെ തിരഞ്ഞെടുക്കാൻ മൃഗങ്ങളെല്ലാം ഒരിടത്ത് ഒത്തുകൂടി അല്ലെ? പുതിയൊരു രാജാവിനെ വേണം. അതുകൊണ്ട് എന്ത് ചെയ്തു? മൃഗങ്ങളെല്ലാം കൂടി യോഗം കൂടി. നമ്മളെങ്ങനല്ലേ, മീറ്റിങ്ങിലല്ലേ അല്ലെ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുക? അങ്ങനെ എന്ത് ചെയ്തു? മൃഗങ്ങളൊക്കെ ഒരിടത്ത് ഒത്തുകൂടി. ആരെ തിരഞ്ഞെടുക്കും? ഓരോ മൃഗവും മറ്റു മൃഗങ്ങളുടെ പേര് പറഞ്ഞു അല്ലെ? ഓരോരാളും മറ്റുള്ളവരുടെ പേര് പറഞ്ഞു. എല്ലാവർക്കും സമ്മതനായ ഒരു മൃഗത്തെ കണ്ടെത്താനായില്ല. അപ്പൊ ഒരാൾക്ക് ബുദ്ധിമുട്ട്, ഒരാളെ ആണെങ്കിൽ ഒരാൾ പറഞ്ഞത് മറ്റേയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെ? അങ്ങനെ എല്ലാവർക്കും സമ്മതനായ, എന്താ ഈ സമ്മതനായ എന്ന് പറഞ്ഞാ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാള് അല്ലെ? അതായത് എല്ലാ കാര്യത്തിലും സമർത്ഥനായ ഒരാളെ ആർക്കും കണ്ടെത്താനായില്ല അല്ലെ? മൃഗങ്ങൾ ആകെ കുഴഞ്ഞു. ഒരു പാരഗ്രാഫ് തന്നെ ഒന്നുകൂടി വായിക്കാം. കാട്ടിലെ രാജാവായ, ആദ്യത്തെ എങ്ങനെയാ? കാട്ടിലെ രാജാവായ സിംഹം മരിച്ചുപോയി. കാട്ടിലെ രാജാവായ സിംഹം മരിച്ചുപോയി. വായിക്കാൻ പഠിക്കണേ. കാട്ടിലെ രാജാവായ സിംഹം മരിച്ചുപോയി. പകരം രാജാവിനെ തിരഞ്ഞെടുക്കാൻ മൃഗങ്ങളെല്ലാം ഒരിടത്ത് ഒത്തുകൂടി. പകരം രാജാവിനെ തിരഞ്ഞെടുക്കാൻ
മൃഗങ്ങളെല്ലാം ഒരിടത്ത് ഒത്തുകൂടി. ആരെ തിരഞ്ഞെടുക്കും? ഓരോ മൃഗവും മറ്റു മൃഗങ്ങളുടെ പേര് പറയും അല്ലെ. ആരെ തിരഞ്ഞെടുക്കും? അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും യോഗത്തിലുള്ളവര് മറ്റു മൃഗങ്ങളുടെ പേര് പറയും അല്ലെ. എല്ലാവർക്കും സമ്മതനായ ഒരു മൃഗത്തെ കണ്ടെത്താനായില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാത്തിനും പറ്റുന്ന ഒരാളെ കണ്ടെത്താൻ ആർക്കും കണ്ടെത്താനായില്ല. മൃഗങ്ങളാകെ കുഴഞ്ഞു, മൃഗങ്ങളാകെ വിഷമത്തിലായി. എന്ത് ചെയ്യും? പുതിയൊരു രാജാവും വേണം. ആരെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ ആ ഒരു പാരഗ്രാഫിൽ ഒന്നുകൂടി വായിക്കുകയാണ്, ശ്രദ്ധിക്കണേ. കാട്ടിലെ രാജാവായ സിംഹം മരിച്ചുപോയി. പകരം രാജാവിനെ തിരഞ്ഞെടുക്കാൻ മൃഗങ്ങളെല്ലാം ഒരിടത്ത്, ഒരു സ്ഥലത്ത് ഒത്തുകൂടി. ആരെ തിരഞ്ഞെടുക്കും? ഓരോ മൃഗവും മറ്റു മൃഗങ്ങളുടെ പേര് പറഞ്ഞു. എല്ലാവർക്കും സമ്മതനായ ഒരു മൃഗത്തെ കണ്ടെത്താനായില്ല. മൃഗങ്ങളാകെ കുഴഞ്ഞു. കുഴഞ്ഞു മീൻസ് എന്താ? കുഴഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുഴഞ്ഞു എന്താ അർത്ഥം അറിയോ? വിഷമത്തിലായി. വെരി ഗുഡ്, വിഷമത്തിലായി അല്ലെ. അങ്ങനെ എല്ലാ മൃഗങ്ങളും കൂടെ എന്താ? വിഷമത്തിലായി. എന്ത് ചെയ്യും? പുതിയ ആരെയാണ് രാജാവാക്കുവാന്നുള്ള വിഷമത്തിലായി. അപ്പോഴാണ്, നെക്സ്റ്റ് പേജാണ്, അപ്പോഴാണ് സദസ്സിലേക്ക് നീല നിറമുള്ള ഒരു മൃഗം കടന്നു വന്നത്. ആ സമയത്താണ് നീല നിറമുള്ള ഒരു മൃഗം, നീല കളറിലെ മൃഗം ഉണ്ട്, അതുണ്ടോ? ഇല്ല, അതിലൊരു നീല നിറമുള്ള മൃഗം കടന്നു വന്നു. മറ്റു മൃഗങ്ങൾ അത്ഭുതപ്പെട്ടു പോയി അല്ലേ. ഇതെന്താ, ഇത് മൃഗാന്നുള്ള രീതിയില് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. നീലമൃഗം തന്റെ വീരകഥകൾ വർണ്ണിച്ചു അല്ലെ. സ്വന്തം തന്നെ അവൻ പുകഴ്ത്തി പറയാൻ തുടങ്ങി. സദസ് എന്ന് പറഞ്ഞാൽ എന്താ മീൻസ്? സദസ് പറഞ്ഞാൽ എന്താ മക്കളെ അർത്ഥം? സദസ്സിലേക്ക് കടന്നു വന്നു. അതിന്റെ സദസ്സിലേക്ക് അല്ലേ, അതായത് എല്ലാവരുടെയും മുമ്പിലേക്ക് കടന്നു വന്നു. നീല നിറമുള്ള ഒരു മൃഗം കടന്നു വന്നത്. മറ്റു മൃഗങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. നീലമൃഗം തന്റെ വീരകഥകൾ വീരസാഹസികമായ കഥകളൊക്കെ പറഞ്ഞത്. ഞാൻ നിനക്ക് എന്തെല്ലോ അറിയാം, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ വർണ്ണിച്ചു, വിസ്തരിച്ച് പറഞ്ഞു. അവസാനം അതിനെ രാജാവായി തെരഞ്ഞെടുത്തു. അപ്പോ ഈ മൃഗം നല്ല കഴിവുള്ള ആളാണെന്നൊക്കെ തോന്നി. എല്ലാവർക്കും സമ്മതരായിട്ട് എന്ത് ചെയ്തു? ഇവനെ രാജാവാക്കി തിരഞ്ഞെടുത്തു അല്ലെ. അപ്പോഴൊന്നുകൂടെ വായിക്കാതെ, അപ്പോഴാണ് സദസ്സിലേക്ക് നീല നിറമുള്ള ഒരു മൃഗം കടന്നു വന്നത്. മറ്റു മൃഗങ്ങൾ അത്ഭുതപ്പെട്ടു. നീലമൃഗം തന്റെ വീരകഥകൾ വർണ്ണിച്ചു. അവസാനം അതിനെ രാജാവായി തിരഞ്ഞെടുത്തു. അടുത്ത, ജീവിതം വളരെ സുഖകരം. എന്താ, രാജാവിന് എങ്ങനെയായിരിക്കും ജീവിതം? വളരെ സുഖകരമായിരിക്കും അല്ലെ. ഒന്നും അറിയേണ്ട, ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. ജീവിതം വളരെ സുഖകരം. രാജകീയ ഭക്ഷണം. രാജാവിന് എങ്ങനെയുള്ള ഭക്ഷണ? രാജകീയ ഭക്ഷണം. നല്ല ഉറക്കം. പിന്നെയോ വേണ്ടത്ര പരിചാരകർ. ഇഷ്ടം പോലെ പണിക്കാറുണ്ട് അല്ലെ. സഹായത്തിന് പരിചാരകരും ഉണ്ട് അല്ലെ, വേലക്കാരും ഉണ്ട്. ഒരിക്കൽ വയറു നിറഞ്ഞപ്പോൾ പുതിയ രാജാവ് അല്ലെ, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ നീല നിറമുള്ള രാജാവ് എന്ത് ചെയ്തു? ഒരു ദിവസം വയറു നിറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അറിയാതെ കൂവിപ്പോയി. ആരാ കൂക്കുന്ന ആള്? കുറുക്കന്റെ കൂവൽ. അപ്പോഴാണ് രാജാവിന്റെ കള്ളി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വെളിച്ചത്തായത്. കള്ളത്തരം അല്ലെ. കള്ളി വെളിച്ചത്തായത്. കള്ളത്തരം വെളിച്ചത്തായത്. നീലം കലക്കിയ വെള്ളത്തിൽ അറിയാതെ വീണ കുറുക്കനായിരുന്നു. അതിന് നസീമ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നീലം കലക്കിയ വെള്ളത്തിൽ അറിയാതെ വീണ കുറുക്കനാണ് ആര്? നമ്മുടെ രാജാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെ. നീല നിറവും കണ്ട് അദ്ദേഹത്തിന്റെ വീരകഥകളും മൃഗത്തിന്റെ വീരകഥകളൊക്കെ കേട്ട സമയത്ത് എന്ത് ചെയ്തു? മറ്റു മൃഗങ്ങളെല്ലാം കൂടി ഇദ്ദേഹത്തെ സെലക്ട് ചെയ്തു അല്ലെ, തെരഞ്ഞെടുത്തു. അങ്ങനെ ആര്? കുറുക്കൻ രാജാവായി അല്ലെ. അപ്പോ കുറുക്കന്, അപ്പൊ ഇന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി മക്കളെ? ഈ കള്ളത്തരം പറഞ്ഞിട്ട് എന്ത് നേടിയാലും അത് എന്തല്ല? ശാശ്വതമല്ല അല്ലെ. നമുക്ക് എപ്പോഴും ശാശ്വതമല്ല. നമ്മള് കളവിലൂടെ എന്ത് നേടിയാലും
ഇല്ലേ? കള്ളത്തരം പറഞ്ഞിട്ട് എപ്പായാലും എന്നായാലും നമ്മൾ പറയല്ലേ, പല നാൾ കക്കുമ്പോൾ ഒരു നാൾ പിടിക്കുന്നു. അപ്പോ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാല് എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരു പ്രാവശ്യം നമുക്കത് കിട്ടും, അല്ലെങ്കിൽ 10 പ്രാവശ്യം കിട്ടും. 11ാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യും? പിടിക്കും. അപ്പൊ കള്ളത്തരം എപ്പോഴും നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ സാധ്യമല്ലാതെ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരിക തന്നെ ചെയ്യും. അപ്പൊ മക്കൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മോറൽ ഇതാണ്. മോറല് ഇതാണ്. എന്ത്? നമ്മൾ ഒരു കാരണവശാലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം അറിയാന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്ത കഥകൾ നമ്മൾ വെറുതെ കള്ളത്തരം പറഞ്ഞിട്ട് രാജാവായിട്ട് ഒരു കാര്യമില്ല. എന്ന് പറഞ്ഞാൽ നമ്മള് കള്ളത്തരം കാണിച്ചിട്ട് നമ്മൾ വലിയ ആളായതുകൊണ്ട് ഒരു കാര്യമില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ ലോകം അറിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും വളർന്നു വരുന്ന മക്കൾ എന്ത് ചെയ്യണം? നല്ല മക്കളായി സത്യസന്ധരായിട്ട് മുന്നോട്ട് പോകണം. കളവ് കള്ളത്തരം നമ്മുടെ ജീവിതത്തിലേ ഉണ്ടാവാൻ പാടില്ല, അല്ലെ? അത് ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും, അല്ലെ? ഓക്കെ, ക്ലിയർ ആയോ മോറല്? ഓക്കെ. അപ്പൊ ആ കഥയിൽ നിന്ന് നമുക്ക്, ഈ കുറുക്കൻ രാജാവായ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മോറൽ ഇതാണ്, അല്ലെ? മക്കൾ എന്ത് ചെയ്യണം? നല്ല മക്കളായിട്ട് സത്യസന്ധരായിട്ട് വളരണം, അല്ലെ? കള്ളത്തരം പറഞ്ഞിട്ട് കിട്ടുന്ന സ്ഥാനങ്ങൾ മാനങ്ങളൊന്നും ശാശ്വതമല്ല, സ്ഥിരമല്ല. ഓക്കെ. ആ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്റ്റോറി അതാണ്, മോറൽ സ്റ്റോറി, അല്ലെ? നെക്സ്റ്റ് താഴേക്ക് വരുമ്പോ നോക്കിയ മക്കള്, കഥ വായിച്ചില്ലേ? എന്താ ചോദിക്കുന്നത് നമ്മളോട്? കഥ വായിച്ചില്ലേ? സ്റ്റോറി വായിച്ചില്ലേ? കാട്ടിൽ ഏതെല്ലാം മൃഗങ്ങൾ ഉണ്ടാകും? കാട്ടിൽ ഏതെല്ലാം മൃഗങ്ങൾ ഉണ്ടാകും മക്കളെ? നിങ്ങൾക്കറിയാലോ. വൈൽഡ് ആനിമൽസിൽ ഏതൊക്കെ, കാട്ടിൽ ഏതൊക്കെ മൃഗങ്ങൾ ഉണ്ട് നിങ്ങൾക്കറിയാം. അവിടെ കടുവ, മുയൽ, കരടി എഴുതിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇനി നമുക്ക് അതാണ് അത് എഴുതണം. നമുക്ക് ഇനി അത് എഴുതണം, അല്ലെ? ഓക്കെ. കടുവ, മുയൽ, കരടി എന്നിവ നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ മൃഗങ്ങളുടെ പേര് എഴുതാം? എഴുതിക്കോ. ഏതാ എഴുതുന്നേ? ആന. നെക്സ്റ്റ് എന്താ? സിംഹം. നെക്സ്റ്റ് പറയടാ. പുലി, കുരങ്ങൻ, മാൻ, ജിറാഫ്, സീബ്ര, കുറുക്കൻ. ഇതൊക്കെയാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ആ കോളം ഫില്ല് ചെയ്യാം. ഓക്കെ. കാട്ടുപോത്ത്. അപ്പൊ നമുക്ക് എഴുതാത്. പെൻസിൽ മക്കൾ എടുക്കുക, എന്നിട്ട് നമുക്ക് എഴുതാം, അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ ആന. ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ എഴുതിക്കോ ആന. നെക്സ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞത്? സിംഹം. സോറി, സിംഹം. സിംഹം. എന്നിട്ട് അനുസ്വാരം. സിംഹം. നെക്സ്റ്റ് വൺ എന്താ നമ്മൾ പറഞ്ഞത് മക്കളെ? ജിറാഫ്. ജിറാഫ്. ഫായിലേക്ക് ചന്ദ്രക്കല. ജിറാഫ്. നെക്സ്റ്റ് മാൻ. മാൻ. ജിറാഫ് അങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ. ഏത് പേജിൽ എഴുതണ്ടെന്നാ? നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പേജ്, അതായത് 58, പേജ് നമ്പർ 58 കോളം കണ്ടോ? കള്ളിയിട്ടിട്ട്
കടുവ, മുയൽ, കരടി എന്നതിന് താഴെ കൂടെ കുറെ കല്ല് കണ്ടോ? അതിൽ ഏതില് നിങ്ങൾ എഴുതി വാ. മാൻ. ഇനിയോ മക്കളെ? പുലി. എങ്ങനെ എഴുതിയാലും മതി, ആ കോളം ഫില്ല് ചെയ്യുക. അതിൽ കാട്ടിലെ ഏതെല്ലാം മൃഗങ്ങൾ ഉണ്ട് എന്നേ ചോദിക്കുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞ മക്കളെ? ഓക്കെ, കുരങ്ങൻ. നെക്സ്റ്റോ? കുറുക്കൻ. ഓക്കെ, എഴുതുന്നില്ലേ മക്കളെല്ലാവരും? എഴുതിയേ? ഇപ്പൊ തന്നെ ഫില്ല് ചെയ്യും. നെക്സ്റ്റ് ഏതാ എഴുതണ്ടേ? കഴുത അല്ലേ? വേറെ ഏതില്ലേ? ഒന്ന് രണ്ടെണ്ണം കൂടെ പറഞ്ഞേ മക്കളെ, കാട്ടിൽ വളരുന്ന മൃഗത്തിനെ. കാട്ടുപോത്ത്, മയിൽ. എഴുതാം. ഒന്നുകൂടി എഴുതണ്ടേ നമുക്ക്? മൂങ്ങ, മയിൽ അല്ലേ? കാട്ടുപോത്ത്. നെക്സ്റ്റ് മയിലിനും കൂടെ ഇടാ. സീബ്ര. ഓക്കെ, എല്ലാ കോളവും ഫില്ലാവില്ലേ ഇത്രയും എഴുതിയാല്? ഓ, അപ്പൊ ആ കോളം കല്ലുകള് ഫില്ല് ചെയ്യും മക്കള്. ആന, സിംഹം, ജിറാഫ്, മാൻ, മയിൽ, പുലി, കുരങ്ങൻ, കുറുക്കൻ, കാട്ടുപോത്ത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമില്ല എഴുതിക്കോട്ടോ. വേറെ മിസ് കുറച്ച് എഴുതുന്നേ ഉള്ളേ. ആ, ഒരു ഉണ്ടോ? ആന, സിംഹം, ജിറാഫ്, മാൻ, മയിൽ, പുലി, കുരങ്ങൻ, കുറുക്കൻ, കാട്ടുപോത്ത്. ഇത്രയല്ലേ കോളുള്ളൂ. ജോസ്റ്റിൻ, അവൻ പുതിയ സ്റ്റുഡന്റ് ആണല്ലേ? മിസ് ഇപ്പൊ കാണുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞൊരു ക്ലാസ് കൊടുത്തു. ഓക്കെ, എഴുതിയോ? ഫില്ല് ചെയ്തോ മക്കളെ? 1 2 3 4 5 6 7 8 9 കോളല്ലേ ഉള്ളൂ. 9 എഴുതിയിട്ടുണ്ടല്ലോ ഇവിടെ. 9 കൊണ്ട് ഫില്ലാക്കി. ഓക്കെ, അപ്പൊ ഫിനിഷ് ആയല്ലോ അത്. നെക്സ്റ്റ് പാരഗ്രാഫ് എന്താ? നെക്സ്റ്റ് പേജ് എന്താ നോക്കിയേ മക്കളെ? കഴിഞ്ഞോ? ഫിനിഷ് ആയെങ്കിലേ പൂരിപ്പിക്കാം. കണ്ടോ മക്കള്? ഓക്കെ, ജോസിന് ടെക്സ്റ്റ് ഉണ്ടോ മോനെ? ഇല്ലല്ലേടാ. അപ്പൊ അടുത്ത പേജ് മിസ് പറയാ. കംപ്ലീറ്റ് എഴുതിയെങ്കില് കാട്ടിലെ രാജാവായ, എല്ലാരും എഴുതിയോ? എന്നിട്ട് പറയാം. എന്നാ നേരം എഴുതാലോ. ഫിനിഷായോ മക്കളെ? ഇത് കണ്ണോ? ഫിനിഷായോ?
Nigel, please turn on your video. Yes, okay. Miss. എഴുതിക്കോ. ആരൊക്കെയുണ്ട്? ജോസ്റ്റിൻ, നൈജൽ, ദൃശ്യ, ശ്രുത, ലക്ഷ്മി അഭിലാഷ്, അർജുൻ രാജേഷ്, ദേവപ്രിയ എം, ഗോഡ്വിൻ ഷൈജു, ഗാത്രി രാജീവ്, ആദിനാഥ് കെ പി, അലോൺ ജോസഫ്, ആഫ്രിൻ പർവീൻ, ആരോമൽ പി, സിദ്ധാർത്ഥ്, കാശിനാഥ് കെ പി, ഗൗരിനന്ദ, അംന ഫാത്തിമ, കൃഷ്ണ കെ നമ്പ്യാർ, ധ്യാൻ പി വി, നസീം മുഹമ്മദ്, പാർവണ, ഷാമിൽ യുനൈസ്, ക്രിസ്റ്റോ ജോൺ സിജോബി, ആദൽ സിറിൽ, ജിസ്വൽ, അന്ന ഗ്രേസ്, ഹസൻ എ, അബ്ദുൽ ഹാദി, മുഹമ്മദ് സാദ്, നെക്സ്റ്റ് അവേദ്യ പി എസ്, ധ്യാൻ പി വി. ധ്യാൻ വീഡിയോ ഓൺ ചെയ്തേ. Okay, very good. Did you finish? All of you finish? Okay. അടുത്തത് പറയാം അല്ലേ? നെക്സ്റ്റ് പറയട്ടെ. Okay. All of you mark your attendance. Attendance mark ചെയ്യാതെ മക്കളെ. ഇല്ല, കുറച്ച് ലേറ്റ് കമേഴ്സും മാർക്ക് ചെയ്യാനുണ്ടാവും. മാർക്ക് ചെയ്യണേ. ഓക്കെ, അപ്പൊ പൂരിപ്പിക്കാം. പേജ് നമ്പർ 59 അല്ലേ? കാട്ടിലെ രാജാവായ ഡേഷ് മരിച്ചു. ആരാ മരിച്ചിനി? കാട്ടിലെ രാജാവ്. സിംഹം. എഴുതിക്കോ, സിംഹം. ആരാ ഇവിടെ എന്റെ ബോർഡിൽ വരച്ചവര്? വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പറയാം. കാട്ടിലെ രാജാവായ, ഇത് കളയുന്നേ മക്കളെ, ഇതെല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? ഫസ്റ്റ് ആ ഡേഷ് ഇട്ടെടുത്ത് ആരാണ് മരിച്ചത്? സിംഹം അല്ലെ? സിംഹം എന്ന് നമുക്ക് എഴുതണം. ഇത് ക്ലിയർ ചെയ്യുന്നേ. എല്ലാവരും എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതാരാ? നസീം മുഹമ്മദ് ആണ് ഇപ്പൊ മരിച്ചത്. വേഗം കളഞ്ഞോ നസീം. നസീം മുഹമ്മദ്. അപ്പൊ സിംഹം, ആ ഫസ്റ്റ് ഡാഷിലെടുത്ത് സിംഹം എന്നാണ് എഴുതേണ്ടത്. സിംഹം. ഓക്കെ, സിംഹം. മൃഗങ്ങൾ ഒത്തുകൂടി സൂത്രക്കാരനായ ഡേഷ് സദസ്സിലേക്ക് വന്നു. ആരാ വന്നേ? ആരാണ് സൂത്രക്കാരൻ? കുറുക്കൻ അല്ലേ? കുറുക്കനാണ് നമുക്ക് രണ്ടാമത്തെ അവിടെ എഴുതേണ്ടത്. അപ്പോ കാട്ടിലെ രാജാവ് സിംഹമാണ്. ആരാണ് സൂത്രക്കാരൻ? കുറുക്കൻ. അപ്പൊ രണ്ടാമത്തെ ഡേഷിൽ നമ്മൾക്ക് എഴുതേണ്ട എന്താ? കുറുക്കൻ. രണ്ടാമത്തെ ഡാഷിൽ തന്നെ ഫില്ല് ചെയ്യണേ. സൂത്രക്കാരനായ കുറുക്കൻ സദസ്സിലേക്ക് വന്നു. നെക്സ്റ്റ് എന്തായതുണ്ട് നമുക്ക് എടുത്തേ? കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഞാൻ. ആരാണ്? ഡേഷ് പറഞ്ഞു. ആരാ കരയിലെ ഏറ്റവും വലിയ ജീവി? ആര്? ആന. അടി. ആന. കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ആന. ആന. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഡാഷിന്റെ അടുത്ത് ആന എന്നാണ് എഴുതേണ്ടത്.
മരം ചാടി നടക്കുന്ന ഡേഷ് അത് കേട്ട് വാൽ പൊക്കി. ഓക്കെ ഓക്കെ എഴുതിക്കോ. കുരങ്ങൻ, കുരങ്ങ് എഴുതിയാലും മതി, കുരങ്ങൻ എഴുതിയാലും മതി. മരം ചാടി കിടക്കുന്ന ആരാ? കുരങ്ങ് അല്ലേ? കുരങ്ങ് അല്ലെങ്കിൽ കുരങ്ങൻ. വൃത്തി എഴുതിയ മക്കളെ നോക്കിയിട്ട്. കുരങ്ങൻ. നെക്സ്റ്റ് അടുത്ത് നോക്കിയ മക്കളെ. ഇപ്പൊ നാലാമത്തെ ഡേഷിൽ കുരങ്ങൻ എഴുതണം. കുരങ്ങൻ എന്റെ മരം ചാടി നടക്കുന്ന കുരങ്ങൻ അത് കേട്ട് വാൽ പൊക്കി. കൊമ്പും നിറയെ പുള്ളികളുമുള്ള ഡേഷ് തല ഉയർത്തി നോക്കി. ആരാണ്? മാൻ. വെരി ഗുഡ് മാൻ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ മക്കളെ. മാൻ. ഓക്കെ വെരി ഗുഡ്. മാൻ. ഓക്കെ നെക്സ്റ്റ് വൺ എന്താ നോക്കിയേ? അടുത്തത് കാട്ടിലെ ഓട്ട മത്സരത്തിൽ ഡേഷിനെ തോൽപ്പിച്ച ഡേഷ് ഇഴഞ്ഞു മുന്നോട്ട് വന്നു. മുയൽ. ഫസ്റ്റ് ഡേഷിൽ ഏതാ വേണ്ടേ? മുയൽ അല്ലേ? കാട്ടിലെ ഓട്ട മത്സരത്തില് ആരെ തോൽപ്പിച്ചിന്? മുയലിനെ തോൽപ്പിച്ച ആമ. അപ്പൊ മുയൽ ഫസ്റ്റ് അവിടെ. ഇനി എഴുതുന്ന ആദ്യം എഴുതുന്നത് മുയൽ, നെക്സ്റ്റ് എഴുതേണ്ടത് ആമ. ആമ. അറിഞ്ഞോണ്ട് എഴുതിയ മക്കളെ എന്നാ തെറ്റൂല കേട്ടോ. ആമ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്? സിംഹം, കുറുക്കൻ, ആന, കുരങ്ങ്, മാൻ, മുയൽ, ആമ. ഇത്രയാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നുകൂടി മിസ് അത് വായിക്കാം. കാട്ടിലെ രാജാവായ സിംഹം മരിച്ചു. മൃഗങ്ങൾ ഒത്തുകൂടി. സൂത്രക്കാരനായ കുറുക്കൻ സദസ്സിലേക്ക് വന്നു. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഞാൻ, ആന പറഞ്ഞു. മരം ചാടി നടക്കുന്ന കുരങ്ങൻ അത് കേട്ട് വാൽ പൊക്കി. കൊമ്പും നിറയെ പുള്ളികളുമുള്ള മാൻ തല ഉയർത്തി നോക്കി. കാട്ടിലെ ഓട്ട മത്സരത്തിൽ മുയലിനെ തോൽപ്പിച്ച ആമ ഇഴഞ്ഞ് മുന്നോട്ട് വന്നു. ഇത്രയും ഫില്ല് ചെയ്തോ മക്കൾ എല്ലാവരും? യെസ് വെരി ഗുഡ്. അപ്പൊ അതിലെന്തൊക്കെയാ? കാട്ടിലെ രാജാവാണ് ആര്? സിംഹം. ആരാണ് സൂത്രക്കാരൻ? കുറുക്കൻ. കരയിലെ ഏറ്റവും വലിയ ജീവി ഏത്? ആന. മരം ചാടി നടക്കുന്ന മൃഗം ഏത്? കുരങ്ങൻ. ശരീരത്തിലെ പുള്ളികളും നിറയെ ശരീരത്തില് പുള്ളികളും വലിയ കൊമ്പുമുള്ള മൃഗം ഏത്? മാൻ. വെരി ഗുഡ്. നെക്സ്റ്റ് ഓട്ട മത്സരത്തിന് ജയിച്ചതാരാണ്? ഓക്കെ. തോറ്റതാര്? ജയിച്ചത് ആമയും. തോറ്റത് മുയൽ, ജയിച്ചത് ആമ. ഓക്കെ. ഓക്കെ. അപ്പൊ എല്ലാം ഫിനിഷ് ചെയ്തില്ലേ? അത് കംപ്ലീറ്റ് ആയോ? ആ ഒരു പാരഗ്രാഫ് ഡേഷനിൽ എഴുതിയോ? നെക്സ്റ്റ് ചേരുംപടി ചേർക്കാം എന്നാണ് അല്ലെ? എത്ര സമയമായി മക്കളെ? ഓക്കെ. നെക്സ്റ്റ് ചേരുംപടി ചേർക്കാം എന്നാണ്. എല്ലാവരും എഴുതണേ. ഇപ്പൊ തന്നെ എഴുതണം. പിന്നീടൊക്കെ മാറ്റി വെക്കണ്ട. എല്ലാ മക്കളും എഴുതുക. ഇതിൽ ടഫ് ഇല്ല വേർഡ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. നമ്മുടെ 2 ലൈൻ ബുക്കിൽ എഴുതി പഠിക്കണം.
ഓക്കെ. ഇനി ചേരുംപടി ചേർക്കാം എന്നുള്ളതില് സിംഹം. സിംഹം എന്താ ചെയ്യാ മക്കളെ? ചിഹ്നം വിളിക്കുകയാണോ, കരയുകയാണോ, മൂളുകയാണോ, ഗർജിക്കുകയാണോ, ഓരിയിടുകയാണോ? സിംഹം ഗർജിച്ചു. വെരി ഗുഡ്. സിംഹം ഗർജിച്ചു. അതെടുത്ത് എഴുതുവോ മക്കളെ? ഗർജിച്ചു എന്ന് നോക്കിയിട്ട് 1, 2, 3 നാലാമത്തത് ഗർജിച്ചു. നോക്കിയായിരിക്കും, അവിടെ ഉണ്ട്. അപ്പൊ സിംഹം ഗർജിച്ചു. അപ്പൊ ഇത് ഞാൻ കളഞ്ഞോട്ടെ? ഫിനിഷാണോ മക്കളെ? ഇത് ഇപ്പൊ എഴുതിയത്? ഓക്കെ. മിസ് കളയുന്നേ. എല്ലാവരും എഴുതിയോ? എഴുതിയോ എല്ലാവരും? നോ പറയുന്നുണ്ട് അല്ലേ? ആരൊക്കെ എഴുതാത്തേ? ആരൊക്കെ എഴുതാത്ത? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് എഴുതിക്കോ. ഇതാ പറഞ്ഞു. അത് എഴുതിയിട്ട് നെക്സ്റ്റിലേക്ക് പോവാ. വേഗം എഴുതിയ മക്കളെ. എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ. ഫിനിഷ്? യെസ്, വെരി ഗുഡ്. അപ്പൊ കളഞ്ഞോട്ടെ, ഞാൻ ഇത് ക്ലിയർ ചെയ്തോട്ടെ? യെസ് ഓർ നോ? വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഞാൻ ഇത് ക്ലിയർ ചെയ്യുന്നു. നെക്സ്റ്റ് സിംഹം ഗർജിച്ചു അല്ലേ? അപ്പൊ എഴുതി. ഓക്കെ, ഫിനിഷ് ആയിട്ടുണ്ട് അല്ലേ? എഴുതിയ അവേദ്യ സമജ്ന അബ്ദുൽ ഹാദി എഴുതിയല്ലേ? എല്ലാവരും എഴുതിന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഗർജിച്ചു എഴുതിയോ? ഗർജിച്ചു എന്ന് എഴുതിയ സിംഹം? അത് നമ്മ ഇപ്പൊ ചെയ്തതിന് താഴെയുള്ള പ്രവർത്തനം ഇപ്പൊ ചെയ്യുന്നേ. അപ്പൊ സിംഹം എന്താ ചെയ്യുന്നേ? ഗർജിച്ചു എടുത്ത് എഴുതണം. ആ ഡേഷിലെടുത്ത് കേട്ടാ. എഴുതിയോ? ഗർജിച്ചു. ഗർജിച്ചു. നെക്സ്റ്റ് ആന എന്താ ചെയ്യുക മക്കളെ? ചിഹ്നം വിളിക്കുകയാണോ, കരയുകയാണോ? ചിഹ്നം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ആന ചിഹ്നം വിളിച്ചു. ഫസ്റ്റ് വേണ്ടല്ലേ അതില്? വള്ളിയിടുക, ബി ലായിടുക,